അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹം, ഇന്നത്തെ വിശുദ്ധ കുർബാനയിൽ നാം വായിച്ചു കേട്ട വേദഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 43-44. അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഞാനോ നിങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കണം, നിങ്ങളെ ശപിക്കുന്നവനെ അനുഗ്രഹിക്കണം, നിങ്ങളെ വെറുക്കുന്നവർക്ക് നിങ്ങൾ നന്മ ചെയ്യണം. ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കണം, നിങ്ങളെ ശപിക്കുന്നവനെ അനുഗ്രഹിക്കണം, നിങ്ങളെ വെറുക്കുന്നവർക്ക് നിങ്ങൾ നന്മ ചെയ്യണം. കർത്താവിൻ പ്രിയരെ, കർത്താവ് എന്തുകൊണ്ടാണ് ഇങ്ങനെ അരുളിച്ചത്? നിങ്ങൾ നിങ്ങളുടെ അയൽക്കാരനെ സ്നേഹിച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ സഹോദരനെ സ്നേഹിച്ചാൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ശത്രുത്വം ഉണ്ടാകുന്നത്? പാപത്തിന്റെ ഫലമായി പിറവിയെടുത്ത നാം എല്ലാവരും കർത്താവിന്റെ വഴിയിൽ സഞ്ചരിക്കില്ലെന്ന് കർത്താവിനറിയാം. അതിനാലാണ് ഇരുട്ടിന്റെ സന്തതികൾക്ക് വെളിച്ചത്തിലേക്ക് വഴി നയിക്കുവാനായി കർത്താവ് ഇങ്ങനെ അറിയിച്ചു. ഒരു കാര്യം ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുക, ശാന്തിയും സമാധാനവും സന്തോഷവും ഇല്ലാതെ ഈ മാനവരാശി മുഴുവൻ എങ്ങോട്ടൊന്നില്ലാതെ നെട്ടോട്ടം ഓടുകയാണ്. നിങ്ങൾ നിങ്ങളുടെ അയൽക്കാരനെ സ്നേഹിച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ സഹോദരനെ സ്നേഹിച്ചാൽ, കർത്താവിന്റെ വാക്കുകൾ ശ്രമിച്ച് അവന്റെ വഴിയിൽ സഞ്ചരിച്ചാൽ ശാന്തിയും സമാധാനവും സന്തോഷവും ഇവിടെ തന്നെ നിങ്ങൾക്ക് ലഭ്യമാകും. ഒരു കാര്യം നിങ്ങൾ മറക്കരുത്, വെളിച്ചമില്ലാത്ത വിളക്ക് പോലെയും ശപിക്കപ്പെട്ടപ്പോൾ ഉണങ്ങിപ്പോയ അത്തിവൃക്ഷം പോലെയും നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി പരസ്പരം സ്നേഹിച്ച് കർത്താവിന്റെ വാക്കുകൾ ശ്രമിച്ച് സൽഗുണ സമ്പൂർണരാകുക. ദൈവം നിങ്ങളെ എല്ലാം